Hello? Hello? Who? Musk? Tesla? Who is this? Rocket? Space? Free? Okay. അല്ല, ആരായിരുന്നു ഫോണിൽ? ഏതാണ്ട് വലിയ ഇംഗ്ലീഷ് സംസാരിക്കുന്നതൊക്കെ കേട്ടല്ലോ. അത് ഓൺലൈൻ വഴി ഇംഗ്ലീഷ് പഠിക്കുന്നതായിരിക്കുമെന്നേ. ഇപ്പൊ എല്ലാം ഓൺലൈനിൽ കൂടെ കിട്ടുമല്ലോ. ഈ കെയോബിലുള്ളവരെല്ലാരും ഓൺലൈൻ വഴിയാണ് കളി പഠിച്ചതെന്ന് കേട്ടത്. പിന്നെ സ്ത്രീകള് മേക്കപ്പ് ഇടുന്നതും കുക്ക് ചെയ്യുന്നതും എല്ലാം ഓൺലൈനിൽ കൂടെ ആണെന്നേ. നമ്മുടെ ലെവനുണ്ടല്ലോ, ജോണിക്കുട്ടി കഴിഞ്ഞ മാസം ഓൺലൈൻ വഴി നീന്തൽ പഠിച്ചിട്ട് മയാമിക്ക് ഫാമിലി ആയിട്ട് പോയിരിക്കുന്നു. ഇത് നീന്തലും കൂന്തലും ഒന്നും പഠിക്കുന്ന കാര്യമല്ലെന്നേ. ഏതാണ്ട് പുതിയ പാർട്ടി ഉണ്ടാക്കുന്ന കാര്യം മറ്റെന്തുവാ. പോരാത്തതിന് ഫ്രീ ആയിട്ട് സ്പേസിൽ കൊണ്ടുപോകാമെന്നും ടെസ്ലയുടെ ടയർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു. ആള് മസ്ക് ആണെന്നാ തോന്നുന്നേ. അപ്പൊ ഇതിയാന് കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ലെന്ന് ചുരുക്കം. നമ്മുടെ പ്രസിഡന്റും മസ്കും തമ്മിൽ ഉടക്കിയതിനു ശേഷം പരസ്പരം അവർ കൊലവിളിയല്ലേ നടത്തുന്നത്. നമ്മുടെ നാട്ടില് RSSും CPM ചെയ്യുന്നത് പോലെ നിവൃത്തിയില്ലാതെ ഇപ്പോൾ മസ്ക് പുതിയൊരു പാർട്ടി തുടങ്ങുകയാണെന്ന പ്രസ്താവന ഇറങ്ങി. അല്ല, മസ്കിന് എന്തുമാകാമല്ലോ. പൂത്ത കാശല്ലേ കയ്യിലിരിക്കുന്നത്. പണമുള്ളവൻ പണമെറിഞ്ഞ് കളിക്കും, അല്ലാത്തവനെ ഉണ്ടെറിഞ്ഞ് കളിക്കും. അല്ല ശാനെ, നമുക്ക് രണ്ട് പാർട്ടിയല്ലേ ഉള്ളത്, റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും. ഇതേത് പാർട്ടിയാ ശാനെ? അത് ചിലപ്പോ മില്യൻസ് പാർട്ടി അല്ലെങ്കിൽ സയന്റിസ്റ്റുകാരുടെ പാർട്ടി ആയിരിക്കും. അല്ല ആശാനെ? അത് അങ്ങനെയൊന്നും അല്ലെന്നേ. ഈ പാർട്ടിക്ക് അവർ പേരിട്ടിരിക്കുന്നത് അമേരിക്കൻ പാർട്ടി എന്നാണ്. ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അമേരിക്കക്കാരെല്ലാവരെയും കൂടി ടെക്നോളജിയിൽ ഒന്ന് ബന്ധിപ്പിക്കണം. അപ്പോൾ പിന്നെ മൂത്രമൊഴിക്കുന്നതിനും വെളിക്കിരിക്കുന്നതിനും ഈ ടെക്നോളജി യൂസ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ആശാനെ, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈ ടെക്നോളജി വഴി നടത്താൻ പറ്റുമോ? എന്തൊരു കാലം, കലികാലം, അല്ലാണ്ട് എന്ത്. അല്ല ആശാനെ, നമ്മുടെ പ്രസിഡന്റ് മസ്കും വെണ്ണയും നെയ്യും പോലും ആയിരുന്നല്ലോ. പെട്ടെന്ന് ഇത് എന്നാ പറ്റിയത് ആശാനെ? അതെന്നാന്ന് വെച്ചാൽ നമ്മളുടെ പ്രസിഡന്റിന്റെ ഈ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് തന്നെയാണ് കാരണം. പോരാത്തതിന് ടെസ്ലയുടെ ടാക്സ് ക്രെഡിറ്റ് കട്ട് ചെയ്തില്ലേ, അതും ഒരു പ്രശ്നമാണ്. ഇപ്പോ മസ്കിന്റെ അമേരിക്കൻ പാർട്ടിയിൽ ജോയിൻ ചെയ്താൽ സ്പേസിലോട്ട് ഫ്രീ ആയിട്ട് പോകാമെന്നും കൂടാതെ ടെസ്ലയുടെ ഒരു ടയറും കൂടെ ഫ്രീ ആയിട്ട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഉപയോഗിക്കാൻ അറിയില്ലെങ്കിലും ഫ്രീ ആണെന്ന് കേട്ടാൽ നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി പീപ്പിൾ ചാടി വീണിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോഴോ റെഡി. അതാകുമ്പോ ഫ്രീ ആയിട്ടൊരു ടയർ കിട്ടുമല്ലോ. സമയമുള്ളപ്പോ അതും ഉരുട്ടിക്കൊണ്ട് കളിക്കാലോ. എന്നാൽ പിന്നെ ഞാനും പുതിയൊരു പാർട്ടിയിൽ ചേരും. ഈ ടയർ കിട്ടിയിട്ട് വേണം ആശാനെ എനിക്കും ഇന്ന് രാവിലെ ഒന്ന് ഉരുണ്ട് കളിക്കാൻ. താൻ ആ ടയർ എടുത്ത് ഉരുട്ടുകയോ ചവിട്ടുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ലൈസൻസ് ഇല്ലാതെ ആ ടയറുമായിട്ട് പുറത്തോട്ട് ചെന്നാൽ ഐസ് പിടിച്ച് നിങ്ങളെ എങ്ങോട്ടാണ് ഡിപ്പോർട്ട് ചെയ്യുക എന്ന് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ കുടുംബം വഴിയാതാറായി പോകും. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ഇതിപ്പം പണ്ടാരാണ്ട് പറഞ്ഞ പോലെയായി. മതിച്ചിട്ട് തുപ്പാനും മേല, കഴിച്ചിട്ട് ഇറക്കാനും മേലാത്ത ഒരു അവസ്ഥയിലായി പോയല്ലോ ആശാനെ. ഇനി നമ്മൾ ഈ അമേരിക്കക്കാര് എന്നാ ചെയ്യും ആശാനെ? അതെ, ഞാൻ കേട്ടത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ യുവ പ്രവർത്തകനും ഇപ്പോഴത്തെ KOBയുടെ സൂപ്പർ സ്റ്റാറുമായ സ്റ്റാൻലി, പുള്ളി ഫൊക്കാനയിൽ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളല്ലേ. ഇപ്പോൾ വന്നിരിക്കുന്ന ഓഫർ അതുക്കും മേലെയാണ്. സ്റ്റാൻലിക്കും നമ്മുടെ കമ്മ്യൂണിറ്റി ഓൾറൗണ്ടറായ ജോയ് കൂടാലിക്കും മസ്ക് അമേരിക്കൻ പാർട്ടിയുടെ ചുക്കാൻ പിടിക്കാനുള്ള ഇൻവിറ്റേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അല്ല, ജനങ്ങൾ പറഞ്ഞത് കേട്ടതാണ് കേട്ടോ. നാടോടുമ്പോ നടുവേ ഓടണം. അർദ്ധരാത്രിക്ക് വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് അത്താഴമില്ലെന്ന് പറയാതിരുന്നാൽ കൊള്ളാം.